നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ രാവിലെ നല്ല തണുപ്പാണ്. പക്ഷേ ഈ തണുപ്പൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത അത്രയും ഭയങ്കര ചൂടാണ്. ചുട്ടുപൊള്ളുന്ന ഈ മീനച്ചൂട്. പക്ഷേ ഒരുപക്ഷെ അതിനേക്കാളും കേരളം ഇന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സര ചിത്രം ഇന്ന് വ്യക്തമാവുകയാണ്. ഒരു വശത്ത് പ്രചരണം ഇങ്ങനെ കൊട്ടിക്കയറുന്നു, മുന്നണികൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് വിഷമകരമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതായത് ആശയങ്ങൾ കൊണ്ടായിരിക്കണം നമ്മുടെ സംവാദം നടത്തുന്നത്. പക്ഷേ അതിന് പകരം സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപം നടത്തി വോട്ട് നേടാനുള്ള ചില ശ്രമവും അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളും ചില നേതാക്കളും അണികളും അങ്ങിങ്ങായി സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നടത്തുകയാണ്. ഏറ്റവും പ്രധാനം കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ UDF നേതാവിൻ്റെ സ്ത്രീവിരുദ്ധ പ്രസ്താവന തന്നെയാണ്. വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ മറ്റു ചില സംഭവങ്ങൾക്കെതിരെ നമ്മളാരും കണ്ണടയ്ക്കാനും പാടില്ല. അതിലേറ്റവും എടുത്തു പറയേണ്ടത് പേരാമ്പ്രയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ തെഹ്ലിയ. അവർക്ക് നേരെ നടത്തുന്ന സൈബർ ആക്രമണം അങ്ങേയറ്റം അതിര് കടക്കുകയാണ്. ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഫേസ്ബുക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം മ്ലേച്ഛകരമായ കമൻറ്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. മാത്രമല്ല അങ്ങനെ വനിതാ ഈ സ്ഥാനാർത്ഥികൾ നിരവധിയുണ്ട് ഇത്തരത്തിലുള്ള സൈബർ അതിക്രമം നേരിടുന്നവർ. ഈ നേതൃത്വം നൽകുന്നതോ ഈ യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപത്തിൽ ഇന്ന് വിലപിക്കുന്നവരുമാണ്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഈ സൈബർ ആക്രമണത്തിന് പാത്രമാകുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ആലപ്പുഴയിൽ വികാരാതീതനായി സംസാരിച്ച M. ലിജു, തിരുവനന്തപുരം നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഇവരൊക്കെ തന്നെ ഈ പട്ടികയിൽ പെടുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കൂടുതലൊന്നും പറയാനില്ല. കാരണം പാർട്ടി വിട്ട മുതിർന്ന നേതാവിനെതിരെ ചെറ്റത്തരം എന്ന പരാമർശം നടത്തിയ ഒരു ഭരണത്തലവൻ്റെ നാട്ടിലാണ് നമ്മളുള്ളത്. ഓർക്കുക, വാക്കുകൾക്ക് ആത്മസംയമനം നഷ്ടമാകുമ്പോൾ തോറ്റുപോകുന്നത് ജനാധിപത്യത്തിൻ്റെ മാന്യതയാണ്. ഇനിയുള്ളത് കേവലം 14 ദിവസങ്ങളോ മാത്രമാണ്. ജനം നിങ്ങളെ കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ ഭ്രമം ബാധിക്കാതിരിക്കട്ടെ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന ബോധ്യം നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ തലക്കെട്ടുകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം ഇന്നറിയാം. നാമനിർദ്ദേശ പത്രിക 3 മണിവരെ പിൻവലിക്കാം. നിലവിൽ 985 സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം ഇന്ന് എറണാകുളം ജില്ലയിൽ. അധിക്ഷേപ പരാമർശത്തിൽ നിയമ നടപടിക്കൊരുങ്ങി യു പ്രതിഭ MLA. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിനും പരാതി നൽകും. അധിക്ഷേപിച്ചതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഇർഷാദ് ചക്കാലശ്ശേരിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. ഇതുവരെയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ അന്തിമ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് സമർപ്പിച്ചേക്കില്ല. ഇറാനെതിരായ യുദ്ധം ലക്ഷ്യത്തിനടുത്തെത്തിയെന്ന് അമേരിക്ക. സമാധാന ചർച്ച നടക്കുന്നുവെന്ന് സമ്മതിക്കാൻ ഇറാന് ഭയമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US വാദങ്ങൾ തള്ളി ഇറാൻ പ്രതിരോധം തുടരുമെന്നും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി. ഹോർമുസ് കടലിടുക്ക് കടന്ന 2 ചരക്ക് കപ്പലുകൾ നാളെ ഇന്ത്യൻ തീരത്തെത്തും. പ്രശസ്ത നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. അന്ത്യം കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ തൃശൂർ തൃത്തല്ലൂരിൽ. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇറ്റലിക്ക് ഇന്ന് നിർണായകം. വടക്കൻ അയർലൻഡിനോട് തോറ്റാൽ ഇറ്റലിക്ക് തുടർച്ചയായി 3ാമതും ലോകകപ്പ് നഷ്ടമാകും. മത്സരം രാത്രി 1:15. ബ്രസീൽ ഫ്രാൻസ് സൗഹൃദ പോരാട്ടവും ഇന്ന്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. വൈകിട്ട് 3 മണിവരെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ അവർക്ക് പത്രിക പിൻവലിക്കാനുള്ള സമയം. എന്തായാലും അത് കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ മത്സര ചിത്രം പൂർണ്ണമായും മനസ്സിലാകും. ഒപ്പം തന്നെ 3 മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചാരണത്തിൽ സജീവമാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ എത്തിയിരുന്നു. പ്രധാനമന്ത്രി വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനം ഇന്ന് എറണാകുളം ജില്ലയിൽ നടക്കുകയാണ്. ഒപ്പം തന്നെ ഡീൽ ആരോപണം ഉൾപ്പെടെയുള്ള വാക്പോരുകളാൽ കളം നിറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. വിവരങ്ങളുമായി അൻഫ്ലിറ്റും അതോടൊപ്പം തന്നെ കിരണും ചേരുന്നുണ്ട്. ആദ്യം അൻഫ്ലിറ്റിലേക്ക് പോവുകയാണ്. അൻഫ്ലിറ്റ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് 3 മണിയോടുകൂടെ തന്നെ ഒരു അന്തിമ ചിത്രം വ്യക്തമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
എല്ലാവരും വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ദേശീയ നേതാക്കളും ഇനി വരാൻ പോകുന്ന ദേശീയ നേതാക്കളും ഒക്കെ ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം അങ്ങേയറ്റം പൂർണ്ണമാകുന്നു, സജീവമാകുന്നു. ഒപ്പം തന്നെ ചില വാക്പോരുകളുണ്ട്, മാത്രമല്ല ഡീൽ ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ നിലനിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്തിമ ചിത്രം, മത്സര രംഗത്തെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം ഇന്നറിയാനാകും. 3 മണിവരെയാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാനത്ത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 985 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. പലരും തന്നെ, കാരണം അവസാന നിമിഷം പലരെയും അനുനയിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഈ അപരരായി നിൽക്കുന്ന ഏറെ അപരന്മാരാണ് ഇക്കുറിയുള്ളത്. അതും പ്രമുഖ മണ്ഡലങ്ങൾ, പ്രമുഖ സ്ഥാനാർത്ഥികൾക്ക് എതിരെ അതേ പേരുകളിലും അതേ ഇനിഷ്യലിൽ പോലും വ്യത്യാസമില്ലാതെ പല അപരന്മാർ നിൽപ്പുണ്ട്. അവരെയൊക്കെ അനുനയിപ്പിച്ച് ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഈ 2 ദിവസം ഉണ്ടായിരുന്നു. ആ 2 ദിവസം കൊണ്ട് പരമാവധി അനുനയിപ്പിച്ച് അവരെയൊക്കെ മാറ്റുന്നതിനുള്ള ഒരു തത്രപ്പാടി തന്നെയാണ് മുന്നണികളൊക്കെ തന്നെ. ഇന്ന് 3 മണിവരെയും സമയമുണ്ട്. കൂടുതൽ അപരന്മാരെ ഇന്നും 3 മണിവരെയും പിൻവലിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് 3 മുന്നണികളും. അത് 3 മുന്നണികൾക്ക് ഒരുപോലെയാണ് അപരന്മാർ ഭീഷണിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇന്ന് 3 മണിക്ക് ശേഷം ഒരു 4-5 മണിയോടുകൂടി നമുക്കൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ സ്ഥാനാർത്ഥികളുടെ കണക്കും പട്ടികയ്ക്ക് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി നമുക്ക് അറിയാനാകും സംസ്ഥാനത്ത് ഇത്തവണ മത്സര രംഗത്ത് ഈ 985 പേരിൽ നിന്ന് എത്ര പേർ കൊഴിഞ്ഞു പോകുന്നു, അവസാന ചിത്രത്തിൽ എത്ര പേർ ഇടം പിടിക്കുന്നു എന്നൊക്കെ അവസാനം അറിയാൻ കഴിയും. അത്രയേറെ ചൂടുപിടിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമൊക്കെ തന്നെ. ഇങ്ങനെ വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നും കൂടി കൂട്ടുകയാണെങ്കിൽ 13 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണം 7-ാം തീയതി അവസാനിപ്പിക്കുമ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമാണ്. അത്യുഷ്ണമാണ്. ആ അത്യുഷ്ണത്തിനേക്കാൾ വലിയ രീതിയിലാണ് സംസ്ഥാനത്തെ പ്രചാരണവും വാക്പോരുമൊക്കെയും കളം നിറയുന്ന കാര്യത്തിൽ തർക്കമില്ല. കുറേ ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഡീൽ ആരോപണത്തിലൊക്കെ തന്നെയും വളരെ ശക്തമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ മാത്രം നിലനിൽക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയമൊക്കെ തന്നെയും. അതിനോടൊപ്പം തന്നെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധിക്ഷേപ പരാമർശങ്ങൾ സ്ത്രീകൾക്ക് നേരെയും വനിതാ സ്ഥാനാർത്ഥികൾക്ക് നേരെയും ഒപ്പം തന്നെയും പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെയും മുന്നണികൾക്ക് നേരെയും സ്ഥാനാർത്ഥികൾക്ക് നേരെയും ഒക്കെ തന്നെയുള്ള അധിക്ഷേപ വാക്കുകൾ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി വരുന്നു. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നു, കേസുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പല രീതിയിലുള്ള ചിത്രങ്ങൾ കൊണ്ട് നിറയുകയാണ്. ഒപ്പം തന്നെയും പ്രമുഖരൊക്കെ തന്നെയും താരപ്രചാരകരൊക്കെ തന്നെയും കളം പിടിക്കുന്നതാണ് മറ്റൊരു സവിശേഷത. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ വന്നു പോയിരുന്നു. അതിന് പിന്നാലെ തന്നെ പല പ്രമുഖരും രാഹുൽ ഗാന്ധിക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഒരു ദിവസം അദ്ദേഹം പ്രചാരണത്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി ഞായറാഴ്ചയാണ് എത്തുന്നത്. അദ്ദേഹത്തിന് ഒരു ദിവസം മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ 2 ദിവസമൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കേരള സന്ദർശനം പ്രചാരണ രംഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമിത്ഷാ ഒപ്പം തന്നെ ഇന്നലെ നിർമ്മല സീതാരാമൻ വന്നു പോയിരുന്നു. ഒപ്പം ദേശീയ നേതാക്കളൊക്കെ തന്നെയും മുഖ്യമന്ത്രി CPM-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ MA ബേബി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇന്ന് MA ബേബി തലസ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ജില്ലാ പര്യടനം. മുഖ്യമന്ത്രി ആകട്ടെ അദ്ദേഹത്തിന്റെ ജില്ലാ പര്യടനം ഇന്ന് എറണാകുളം ജില്ലയിലാണ്. രാവിലെ മാധ്യമങ്ങളെ കാണും, വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടാകും. വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾക്ക് ഇപ്പോൾ നടന്ന സംവാദം ഇതിനൊക്കെ തന്നെ പ്രത്യേകിച്ച് യു പ്രതിഭയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഈ അധിക്ഷേപത്തിനൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രി ഏത് രീതിയിലായിരിക്കും ഇന്ന് മറുപടി പറയുക, ഇതടക്കമുള്ള നിരവധി വിഷയങ്ങളാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസം കാത്തിരിക്കുന്നത്. എന്തായാലും ഒരു തർക്കവുമില്ല, വലിയ രീതിയിലുള്ള പ്രചാരണവും റോഡ് ഷോയും ഒക്കെ തന്നെയായി സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ വലിയ രീതിയിൽ തന്നെ ചൂടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം വളരെ കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ളത് കൊണ്ട് തന്നെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ ആവശ്യത്തോടെ ആരായിരിക്കും പ്രചാരണത്തിൽ മുൻകൈ നേടുക എന്നൊരു മത്സരം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും കാണാൻ കഴിയുന്നത്. ലിജിൻ, ശരി, ഇന്നൊരു മത്സര ചിത്രം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ വ്യക്തമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ 985 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. അതേസമയം 2021 കണക്ക് പരിശോധിക്കുമ്പോൾ 957 സ്ഥാനാർത്ഥികളാണ് അന്ന് മത്സര രംഗത്തുണ്ടായിരുന്നത്. മാത്രമല്ല അപരന്മാർ, വിമതർ വലിയ വെല്ലുവിളി പ്രധാന സ്ഥാനാർത്ഥികളൊക്കെ ഉയർത്തുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും ഇന്ന് 3 മണിക്ക് മുൻപ് അവരെ കുളിച്ച് പിൻവലിപ്പിക്കാനൊക്കെ കഴിയുമോ എന്നതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുക. LDFന്റെ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് കോതമംഗലത്ത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനവും നടത്തും. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. ഇന്നതാ യു പ്രതിഭയുടെ വിഷയമുണ്ട്. യു പ്രതിഭയെ സ്ത്രീവിരുദ്ധ പരാമർശമൊക്കെ നടത്തിയ UDF നേതാവിനെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ പോലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ജില്ലയിൽ ഏതൊക്കെ പരിപാടികളിലാണ് ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നത്?
ലിജിൻ, ഗുഡ് മോർണിംഗ്. എറണാകുളം ജില്ലയിലെ LDFന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക എന്ന ലക്ഷ്യവുമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ നേരിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ കോതമംഗലത്താണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടി നടക്കുന്നത്. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിനുശേഷം 11 മണിക്ക് കോതമംഗലത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ നടക്കുന്നത്. പ്രധാനമായിട്ടും 4 മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. ഇതിൽ 3 മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. മറ്റൊന്ന് തൃപ്പൂണിത്തുറയാണ്. അതായത് കോതമംഗലം, തൃപ്പൂണിത്തുറ, വൈപ്പിൻ കൂടാതെ കളമശ്ശേരി, ഈ 4 മണ്ഡലങ്ങളിലായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ നടക്കുന്നത്. ഇതിൽ കോതമംഗലവും തൃപ്പൂണിത്തുറയും തൃപ്പൂണിത്തുറ കഴിഞ്ഞ തവണ LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ അത് നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ഇത് ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് LDF ഏതായാലും ശക്തമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടി ഇത്തവണ തൃപ്പൂണിത്തുറയിൽ കൂടി ഉണ്ട്. ഒപ്പം വൈപ്പിനും കളമശ്ശേരിയും കൂടിയാണ്. ഇതൊക്കെല്ലാം തന്നെ സിറ്റിംഗ് സീറ്റുകളാണ്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്ന ലക്ഷ്യമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. കോതമംഗലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് തൃപ്പൂണിത്തുറയിലും അതിനുശേഷം വൈപ്പിനിലും വൈകിട്ട് കളമശ്ശേരിയിലുമാണ്. ഏതായാലും ഇന്നലെ അടക്കം ഈ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഉയർന്ന, അതായത് മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ അത് വിവിധ ജില്ലകളിലൊക്കെ തുടർന്നിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്തായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നത്. കോട്ടയം ജില്ലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനം ഉണ്ടായിരുന്നത്. ആ സമയത്ത് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയും കിഫ്ബി അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അത്തരത്തിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല. ഈ കിഫ്ബി വികസനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിനുള്ള ഉദാഹരണം അത് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ തന്നെയുണ്ട്. ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ കുറച്ചുകൂടി വിഷയങ്ങൾക്ക് ഒരു വേറെ തരത്തിലേക്ക്, അല്ലെങ്കിൽ വിഷയങ്ങൾ കുറെ കൂടി കടുത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രതിഭക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ, ഇതിനെതിരായിട്ട് ഇന്നലെ തന്നെ LDFന്റെ പല നേതാക്കളും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്നലെ P രാജീവ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നത് അപരിഷ്കൃതമായിട്ടുള്ള നടപടികളാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എക്കാലത്തും കോൺഗ്രസ് നടത്തിയിരുന്നത്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ ശാരീരികമായിട്ട് അടക്കം ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നത് കോൺഗ്രസിന്റെ പൊതുവായ രീതിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരണത്തിലേക്ക് വന്നാൽ ഇനിയുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഏതായാലും P രാജീവ് പറഞ്ഞത്. അതേ രീതിയിൽ തന്നെ ശക്തമായ ഭാഷയിൽ ഈ പ്രതിഭയുടെ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും ഏതായാലും പ്രതിപക്ഷത്തിനെതിരായിട്ട് ഉന്നയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാവിലെ 10 മണിക്ക് കോതമംഗലത്ത് വെച്ചാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. ലിജിൻ. ശരി, എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം ഇന്ന് എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ സൂചിപ്പിച്ചതുപോലെയുള്ള വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. കഴിഞ്ഞ ദിവസം ഖാർഗെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രതിഭയുടെ ആ ഒരു വ്യക്തി അധിക്ഷേപ പരാമർശം നടത്തിയ UDF കൺവീനറുടെ, അദ്ദേഹത്തിന്റെ ജില്ലാ കൺവീനറുടെ നിലപാട്, UDFന്റെ നിലപാടൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് ചിലപ്പോൾ പരാമർശിച്ചേക്കും. കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം പ്രതിഭയ്ക്കെതിരായ ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് പ്രതിഭ തയ്യാറാകുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A ഇർഷാദിനെതിരെയാണ് പ്രതിഭ പരാതി നൽകാൻ ഒരുങ്ങുന്നത്. അതേസമയം വിഷയത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പരാതി നൽകിക്കഴിഞ്ഞു. വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, വലിയ വിവാദമാകുന്നു. മാത്രവുമല്ല, വലിയ രീതിയിലുള്ള വിമർശനം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നടപടിയെടുത്തു എന്ന് UDF പറയുമ്പോഴും ഇർഷാദിനെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രതിഭ, അല്ലേ? തീർച്ചയായും ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ യോഗത്തിലാണ് ഇത്തരത്തിലേക്ക് വിവാദപരമായ പരാമർശം ഇർഷാദിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇർഷാദിനെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒപ്പം ലീഗിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഖേദം പ്രകടിപ്പിക്കുവാൻ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇർഷാദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെ തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അത് ആ ഒരു ഘട്ടത്തിൽ വികാരത്തള്ളിച്ചയിൽ ഉണ്ടായ ഒരു ടൈം സ്ലിപ്പാണ് എന്ന നിലയിലുള്ള ഒരു പ്രതികരണം ഇർഷാദിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അതിനെ ആ നിലയിൽ കാണാൻ വേണ്ടി കഴിയില്ല. മുൻപും സമാനമായ രീതിയിൽ ഇർഷാദിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലേക്കുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രതിഭ ആരോപിക്കുന്നത്. എന്തായാലും പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിഭയുടെ തീരുമാനവും. ആ നിലയിലേക്ക് വളരെ വൈകാരികമായി ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശമാണ് ഇർഷാദിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും മഹിളാ അസോസിയേഷൻ, അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ
അഖിലേന്ത്യാ ജനാധിപത്യ മോർച്ച അസോസിയേഷൻ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഇനി പ്രതിഭ കൂടി പരാതി നൽകുന്നതോടുകൂടി ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാലും മണ്ഡലത്തെ സംബന്ധിച്ച് മണ്ഡലത്തിൽ ഇത് വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി തന്നെ LDF ഉന്നയിക്കുകയാണ്. അത് ആ നിലയിൽ തന്നെ പ്രചാരണ രംഗത്ത് ഈ വിഷയത്തെ ഗൗരവമായി തന്നെ കാണാനാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്. LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. PK ശ്രീമതി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വിഷയത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിലാകെ തന്നെ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് നിലവിൽ LDFന്റെ തീരുമാനം. എന്തായാലും നിയമ നടപടിയുമായി പ്രതിഭ മുന്നോട്ട് തന്നെ പോവുകയാണ്. ശരി, എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ വൈകാരികമായിട്ടായിരുന്നു പ്രതിഭ പ്രതികരിച്ചത്. മാത്രമല്ല ലിജു സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞത് UDF നേതൃത്വത്തിന് വേണ്ടി താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തും എന്നതടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വം പറയുമ്പോഴും കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. മറ്റൊന്ന്, ഈ സമാനമായ രീതിയിൽ സ്ത്രീകൾക്ക് നേരെ ആദ്യം സൂചിപ്പിച്ചതുപോലെ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ മറ്റ് പലയിടങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്കെതിരെയും BJP സ്ഥാനാർത്ഥികൾക്കെതിരെയും LDF സ്ഥാനാർത്ഥികൾക്കെതിരെയും സമാനമായ രീതിയിൽ വിവിധ കോണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള സൈബർ അതിക്രമങ്ങൾ നടക്കുകയാണ്. അത് ഇടപെടേണ്ടത് നേതൃത്വമാണ്. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ മുന്നണിയുടെയോ ഉത്തരവാദിത്തമല്ല. എല്ലാവരും ഒത്തൊരുമയോടെ ചെയ്യേണ്ടതാണ്. സ്ത്രീകൾക്കെതിരെ അല്ല പരാക്രമങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ്. അജയ് നാഥായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തയിലേക്കാണ്. അമേരിക്കയുടെ വെടിനിർത്തൽ ഉപാധികൾ തള്ളി ഇറാൻ. വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാൻ 5 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. US-മായി സമാധാന ചർച്ചകൾ നടത്തുന്നില്ല എന്നും പ്രതിരോധം തുടരുക എന്നതാണ് പദ്ധതിയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറഞ്ഞു. ഇതുവരെ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്നും ഇപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചകളെപ്പറ്റി സംസാരിക്കുന്നത് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും അരഗ്ചി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇറാൻ യുദ്ധം ലക്ഷ്യത്തോടടുക്കുന്നു എന്നും സമാധാന ചർച്ചകൾ നടക്കുന്നു എന്ന് സമ്മതിക്കാൻ ഇറാന് ഭയമാണെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അതിരൂക്ഷമാവുകയാണ്. US-ന്റെ F-18 വിമാനം വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ആക്രമണത്തെ പറ്റിയോ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെ പറ്റിയോ ഇതുവരെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. US ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല. ഏറെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ് ശബരിമല സ്വർണ്ണ കേസ്. ഇന്ന് എന്തായാലും ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അന്തിമ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് സമർപ്പിക്കാൻ സാധ്യതയില്ല. സ്വർണ്ണപ്പാളികളിൽ അട്ടിമറിയുണ്ടോ എന്നറിയാനും നഷ്ടമായ സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാനും കോടതി നിർദ്ദേശപ്രകാരമാണ് സാമ്പിൾ വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. പാളികളിൽ അട്ടിമറി നടന്നിട്ടില്ല എന്നായിരുന്നു ആദ്യ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്താൻ പിന്നീട് കോടതി ഉത്തരവിടുകയായിരുന്നു. 2019 മുതൽ 2025 വരെയുള്ള ഭരണസമിതിയുടെ കാലത്ത് വരെ നടത്തിയ എല്ലാ ഇടപാടുകളും പരിശോധിക്കാനാണ് SITക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകിയ നിർദ്ദേശം. രാവിലെ കേട്ട മറ്റൊരു ദുഃഖവാർത്തയിലേക്കാണ്. പ്രശസ്ത നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലം പട്ടത്താനത്തെ വസതിയിലായിരുന്നു അന്ത്യം. നടനും MLA-യുമായ M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ്. അസുഖബാധിതനായി അദ്ദേഹം ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ സംസ്കാരം നാളെ നടക്കും. വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് മുങ്ങിയ ഇന്ത്യൻ വ്യവസായിയും പിടികിട്ടാപ്പുള്ളിയുമായ നീരവ് മോദിക്ക് തിരിച്ചടി. തന്നെ ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരെ നീരവ് മോദി നൽകിയ അപ്പീലിൽ ഇടപെടാതെ ലണ്ടൻ കോടതി. ഇന്ത്യയുടെ കസ്റ്റഡിയിൽ താൻ പീഡനത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട് എന്നും അതിനാൽ കേസ് പുനഃപരിശോധിക്കണം എന്നുമായിരുന്നു 54-കാരനായ നീരവ് മോദിയുടെ വാദം. ഇന്ത്യൻ സർക്കാരിന് വേണ്ടി ഹാജരായ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസ് ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിയിരുന്നു. അപ്പീൽ നൽകിയതോടെ നീരവിനെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഇന്ത്യൻ ഏജൻസികളുടെ നീക്കങ്ങൾ വേഗത്തിലാകും. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 12,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി 2018-ലാണ് നീരവ് ബ്രിട്ടനിലേക്ക് രക്ഷപ്പെട്ടത്. വീണ്ടും തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്കാണ്. കൊല്ലം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഇത്തവണ ഏറെ പ്രതീക്ഷയിലാണ്. ഇടതുമുന്നണിയിൽ നിന്നും കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF പ്രവർത്തകർ ഒന്നടങ്കം പ്രചരണ രംഗത്തുള്ളത്. കൊല്ലത്തിന്റെ വികസന കാഴ്ചപ്പാടുകളും വിജയപ്രതീക്ഷകളുമായി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അമൃത ന്യൂസിനൊപ്പം ചേരുകയാണ്. സുധീഷുണ്ട്. സുധീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായിട്ടും ബിന്ദു കൃഷ്ണ മണ്ഡലത്തിലുണ്ട്. മാത്രവുമല്ല, ഈ ചാനൽ ചർച്ചകളിൽ പോലും പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത്രയും തിരക്കാണ്. മണ്ഡലത്തിലെ ഓരോ പരിപാടികളിലും ഓടി നടന്ന് ഈ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ ഇത്തവണ.
തീർച്ചയായും അങ്ങനെ തന്നെ. അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ പരിചയപ്പെടുത്തേണ്ട ഒരു മുഖമല്ല കൊല്ലത്ത്. കാര്യം അത്രയ്ക്കും സജീവമാണ് അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ രാവിലെ പ്രചാരണ രംഗത്ത് ഇറങ്ങാനുള്ള ഒരു തിരക്കിലാണ്. ആ സമയമാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ക്ഷമിക്കണം, വോട്ട് ചോദിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കൂടി ഇത്തിരി എടുത്തതിൽ. എങ്ങനെയുണ്ട് പ്രചാരണ രംഗം? വളരെ പ്രതീക്ഷയോടും അതിലേറെ ആത്മവിശ്വാസത്തോടും കൂടിയാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാവരും പങ്കാളികളാകുന്നത്. 10 വർഷക്കാലത്തെ ഇടതു ദുർഭരണം സംസ്ഥാനത്ത് അവസാനിപ്പിക്കാനുള്ള ജനങ്ങളുടെ തീരുമാനം തീർച്ചയായും UDFന് അനുകൂലമാകും. കൊല്ലം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 വർഷമായി LDFിൻ്റെ CPMൻ്റെ ജനപ്രതിനിധികളാണ് ഈ നാടിനെ പ്രതിനിധീകരിക്കുന്നത്. ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങളുടെ ചിറക് അരിഞ്ഞിരിക്കുകയാണ് അവർ. ഒരു കൂട്ടിമുട്ടാത്ത പാലങ്ങളും അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന ജനതയും അതിനുമപ്പുറത്തേക്ക് ഒരു MLA ഒരു നാട്ടിലുണ്ടായാൽ, പതിറ്റാണ്ടുകളായി പൊതുരാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ വിലയിരുത്തൽ തീർച്ചയായും ആ MLA ആ നാട്ടിലെ തന്നെ തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനങ്ങളുടെ ഈ കുടുംബാംഗമായിരിക്കണം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. തെരഞ്ഞെടുപ്പ് സമയം വരെ നമുക്ക് രാഷ്ട്രീയമാകാം, പക്ഷെ അതിനുശേഷം എല്ലാ ആളുകളുടെയും സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയാകുന്ന എന്ത് പ്രശ്നം ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടായാലും ആദ്യം വിളിക്കാൻ തോന്നുന്ന ഒരാളായിരിക്കണം ആ സ്ഥലത്തെ MLA. ആ അർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷമായി കൊല്ലത്തിന് MLA ഇല്ലായിരുന്നു. അതടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അടക്കമുള്ള വീട്ടമ്മമാർ, കേരളത്തിലെ വീട്ടമ്മമാർ, രാജ്യത്തെ വീട്ടമ്മമാർ വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുകയാണ്. അതുപോലെ തന്നെ ക്രമസമാധാനം കേരളത്തിൽ അമ്പയെ തകർന്നിരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയയിലെ പിടിയിൽ കേരളത്തെ ആക്കിയിരിക്കുന്നു, അതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും പിന്നെ ഒരു ടാക്സ് രാജാണ്, ഒരു നികുതി രാജാണ്. ഇലക്ട്രിസിറ്റി ചാർജ് എത്ര തവണ ഈ സർക്കാർ കൂട്ടിയിരിക്കുന്നു? ഒരു ഉത്തരവിലൂടെ 2 തവണ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുന്നതൊക്കെ ലോക അത്ഭുതങ്ങളിൽ ഒന്നാക്കണം. അതും കേരളത്തിൽ സംഭവിക്കുന്നു. വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, അടച്ചിട്ടിരിക്കുന്ന കെട്ടിടത്തിനൊരു നികുതിയാക്കി, ലൈസൻസ് ഫീസ് എല്ലാത്തിനും കൂട്ടി. ഈ കൊല്ലം എന്ന് പറയുന്ന തീരദേശ മത്സ്യത്തൊഴിലാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആ പാവപ്പെട്ടവരുടെ എല്ലാ സബ്സിഡിയും എടുത്തു കളഞ്ഞു. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതെയാക്കി. അവർക്ക് പുനർഗേഹം പദ്ധതിയിലൂടെ ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു, ഈ സർക്കാർ അതെടുത്തു കളഞ്ഞു. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ മാത്രം സമ്മാനിച്ച ഒരു ഭരണകൂടം, 2 ഭരണകൂടം, കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാനുള്ള ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചേച്ചി, ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസം വോട്ട് ചോദിച്ചപ്പോൾ ചേച്ചിക്കുണ്ടായ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്? വളരെ വലിയ ആത്മവിശ്വാസമാണ് പ്രിയപ്പെട്ടവർ പകർന്നു നൽകുന്നത്. 2021 ഏപ്രിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മെയിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പരാജയപ്പെട്ടു. കപ്പനും ചുണ്ടിനും ഇടയിൽ ഈ സീറ്റിൽ വിജയം അന്യമായി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇവിടുത്തെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് MLA ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ സമയവും ഇവിടുത്തെ ജനങ്ങളുടെ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഓടിയെത്തി നിന്നതുകൊണ്ട് ഒരു അപരിചിതത്വമോ അല്ലെങ്കിൽ അവരോട് വോട്ട് ചോദിക്കാനുള്ളൊരു സന്ദേഹമോ ഒന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരോടും വോട്ട് ചോദിക്കുന്നു. അത്യപൂർവമായി മാത്രമേ വോട്ട് കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഏതാണ്ട് മുഴുവൻ എന്ന് പറയാം, മുഴുവനെന്നില്ല, നമുക്കറിയാമല്ലോ, എല്ലാവർക്കും രാഷ്ട്രീയമുള്ള കുറേ ആളുകളുണ്ടല്ലോ. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി ഈ നാട്ടിലെ അമിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പിടിയിലില്ലാത്തവർ അടക്കമുള്ളവർ പൂർണ്ണമായ പിന്തുണയാണ് പകർന്നു നൽകുന്നത്. സത്യത്തിൽ ഈ മീന ചൂടിലും മുന്നോട്ട് നയിക്കുന്നത് ജനങ്ങൾ പകർന്നു തരുന്ന ആ സ്നേഹവും കരുതലും ആത്മവിശ്വാസമാണ്. തീർച്ചയായും ചേച്ചി, അപ്പോൾ എതിർ സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വങ്ങൾ അതൊക്കെ ഒരു ഭീഷണിയാവുമെന്ന് തോന്നുന്നുണ്ടോ? എതിർ സ്ഥാനാർത്ഥികളെ ആരെയും വില കുറച്ച് കാണാൻ നമുക്കാകില്ല. ഒരാൾ പതിറ്റാണ്ടുകളെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും മറ്റൊരു രംഗത്ത് പ്രഗത്ഭനായ ആൾ. പക്ഷേ അവരിൽ നിന്നെല്ലാം എനിക്ക് കിട്ടുന്ന പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവരെ 2 പേരെയും മണ്ഡലത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കണം. ഒരു സ്ഥാനാർത്ഥിയെ കുറച്ച് സ്ഥലത്ത് പരിചയപ്പെടുത്തണ്ട, മറ്റു സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയം അറിയുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ ആളുകൾക്ക് പരിചയപ്പെടുത്തും, പക്ഷേ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ആത്മവിശ്വാസം കൂട്ടുന്നത്. തീർച്ചയായും ചേച്ചി, ഇത്തവണ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വിജയം കഴിഞ്ഞാൽ പാർട്ടി കൂടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിക്കില്ല. ജയിപ്പിക്കുന്ന ജനങ്ങളാണ്. അവർ ജയിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റെ സ്വപ്നങ്ങളിലോ ചിന്തകളിലോ അതില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള നിയോഗമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട കൊല്ലം നിവാസികളുടെ പൂർണ്ണ പിന്തുണയോടെ അവരുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായി നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം. ചേച്ചി, പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കാൻ സമയത്ത് പരാജയം സംഭവിച്ചിട്ട് പോലും അവർക്കിടയിൽ പ്രവർത്തിക്കാൻ, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കാണിച്ച ആ ഒരു ആത്മധൈര്യം, അത് തന്നെയല്ലേ ജനങ്ങളുടെ ഇടയിൽ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്? തീർച്ചയായും അത് തന്നെയാണ്. അവർ സ്നേഹത്തോടെയും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഇത്തവണ വിജയിപ്പിക്കണം എന്നൊരു വാക്ക് ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു എന്താ പറയുക
സന്തോഷമുണ്ടല്ലോ, അത് വിലമതിക്കാനാവാത്തതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അത് ആത്മവിശ്വാസം തന്നെയാണ്. തീർച്ചയായും ഈ കേന്ദ്രവും കേരളവും ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരായ ഒരു പൊതുജന വികാരമുണ്ട്. ഒപ്പം ഇവിടെ MLA അല്ലാതിരുന്നിട്ടും തോറ്റ MLA എന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ടൊക്കെ തോറ്റ MLA എല്ലായിടത്തും ഓടിയെത്തി എന്നുള്ള ആ ഒരു ഫാക്റ്റ് ഉണ്ടല്ലോ, ആ ഫാക്റ്റിൻ്റെ ആനുകൂല്യം ലഭിക്കും. അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ തോറ്റിട്ട് മണ്ഡലത്തിൽ നിൽക്കുന്നതല്ല, ഓർമ്മ വെച്ച കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തകയിൽ നിന്നുകൊണ്ട് പൊതു പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നും എക്കാലത്തും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. ഇത്തവണ ജനങ്ങളത് തിരിച്ചറിയും. കൊല്ലത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ, കൊല്ലത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം UDF പിടിച്ചെടുത്തു. ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻറ്റും ഇത്തവണ വിജയപ്രതീക്ഷ നൽകുന്നതല്ലേ? തീർച്ചയായും അതെ. 3 പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഇടതു ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ UDF അധികാരത്തിലേറിയിരിക്കുന്നു. സത്യത്തിൽ കൊല്ലം കോർപ്പറേഷൻ്റെ മുൻ ഭരണാധികാരികളുടെ വികല ചിന്തകൾ കൊണ്ട് ഈ നാടിൻ്റെ എന്താ പറയുക പ്രൗഢിയും മനോഹാരിതയും തകർത്തിരിക്കുന്നു. ഭൗതിക സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടിരുന്നു. അതെല്ലാം ഞങ്ങൾ ഒന്നേന്ന് ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങിയാണ് ഈ നാടിൻ്റെ വികസനം. അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ജയിച്ച് കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ വൻപിച്ച മാറ്റങ്ങൾ കൊല്ലത്ത് വികസന കാര്യത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും നാട് മാറിയ ലോകം മാറുകയാണ്. ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്നത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സാധ്യതകളാണ്. AI യുഗത്തിൽ ലോകത്ത് എമ്പാടും ഒട്ടനവധി പുതിയ വിദ്യാഭ്യാസ അവസരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളുണ്ട്. പക്ഷെ അതൊന്നും കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി, നമ്മുടെ അടുത്ത ഒരു ഡിഗ്രി, രണ്ടാമത് ഡിഗ്രി എടുക്കണം, പിന്നെ അടുത്ത വർഷം 3 വർഷം പോയി. ഇപ്പോൾ അതല്ല, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഒരുപാടുണ്ട്. അത്തരം വിദ്യാഭ്യാസ അവസരങ്ങൾ ഈ നാടിന് കിട്ടുന്നില്ല. നോക്കൂ, 10ാം ക്ലാസ് ആവുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻ്റർനെറ്റിൽ പരതുക, എനിക്ക് ഏത് രാജ്യത്തേക്ക് പോകണം, എങ്ങോട്ട് പോകണം, നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ സാധ്യത നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നാലോ? കുറഞ്ഞ ചെലവിൽ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പഠിച്ചുകൂടെ? തീർച്ചയായും വിജയിച്ചാൽ, കൊല്ലം നിവാസികൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം കൊല്ലത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തൊട്ടടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന പ്രശ്നം തൊഴിൽ അവസരങ്ങൾ. കൊല്ലത്തെ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങൾ തല്ലിക്കെടുക്കുക. കേരളത്തിൽ എന്നതുപോലെ തന്നെ PSC നോക്കുകുത്തിയാക്കി PSCക്ക് 1ാം റാങ്ക് 2ാം റാങ്ക് കിട്ടുന്നവർക്കൊന്നും ജോലിയില്ല. ലിസ്റ്റിൽ താഴെ കിടക്കുന്ന CPMൻ്റെ ബന്ധുക്കളാണെങ്കിൽ അവർക്ക് ജോലി ഉറപ്പ്. അങ്ങനെ PSC റാങ്ക് ലിസ്റ്റുകൾ നിർദാക്ഷിണ്യം റദ്ദാക്കുന്നു. അപ്പോയിൻമെൻറ്റ്സ് മിനിമം ശതമാനം പോലും നടത്താതെ നിർദാക്ഷിണ്യം റദ്ദാക്കിക്കൊണ്ട് പോകുന്ന അടക്കം ചെറുപ്പക്കാരുടെ തൊഴിൽ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന ഇടത് സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധമുണ്ട്. തീർച്ചയായും കൊല്ലത്തെ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ സ്ഥലങ്ങളും പരമാവധി സർക്കാർ, ഇതെല്ലാം അല്ല, സ്വകാര്യം പലതുമുണ്ട്, പക്ഷേ സർക്കാർ സംവിധാനത്തിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റോടുകൂടി വളരെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന, വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം ഒരുക്കി കൊടുക്കും. അതുപോലെ തന്നെ നിരവധിയായ തൊഴിൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പദ്ധതികളും പരിപാടികളും ഈ നാട്ടിലേക്ക് കൊണ്ടുവരും. ഒപ്പം തന്നെ കൊല്ലം, ഞാൻ ജനിച്ചു വളർന്ന, നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന കൊല്ലം ഗതകാല പ്രൗഢിയിൽ പരമ്പരാഗത വ്യവസായങ്ങളുടെ ഈറ്റിലമെന്ന് വിശേഷിച്ച് കശുവണ്ടിയുടെ 10 വർഷക്കാലം CPM നേതാക്കന്മാർ കശുവണ്ടി ഭരിച്ച്, കശുവണ്ടി ഫാക്ടറി 150ഓളം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ട്. ഇത് മുഴുവൻ ഏതാണ്ട് ഒട്ടുമിക്കതും അടഞ്ഞു കിടക്കുക. വല്ലപ്പോഴും തുറക്കുന്ന കശുവണ്ടി. അതാണ് എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുള്ളത്. മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി അവർ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസം ആ വാക്കുകളിൽ ഉണ്ട് താനും. എന്തായാലും സ്ഥാനാർത്ഥികൾ മാത്രമല്ല മണ്ഡലങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് മണ്ഡലങ്ങളിലൂടെ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിൽ ഒന്നായ ആറന്മുളയിൽ ഇത്തവണ പോരാട്ടം കനക്കും. വികസന തുടർച്ച എന്ന മുദ്രാവാക്യവുമായി മന്ത്രി വീണ ജോർജ് 3ാം അംഗത്തിന് ഇറങ്ങുകയാണ്. അതേസമയം യുവത്വത്തിന്റെ കരുത്തിൽ അബിൻ വർക്കിയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDFും ലക്ഷ്യമിടുന്നു. എന്നാൽ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നേതാവായി കുമ്മനം രാജശേഖരനെ തന്നെ കളത്തിലിറക്കി അട്ടിമറി വിജയത്തിനാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ ഹൃദയഭൂമിയിൽ പോരാട്ടം കനക്കുകയാണ്. 2016 UDFിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലം 2021 16,796 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തിയ വീണ ജോർജിന് ഇത് അഭിമാന പോരാട്ടമാണ്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വീണ ജോർജ് ജനവിധി തേടുന്നത്. പത്തനംതിട്ട തന്റെ ജന്മനാടാണെന്നും നാട്ടുകാർ തന്നെ കരുതലോടെ ചേർത്തു പിടിക്കുന്നുണ്ടെന്നുമാണ് വീണയുടെ പക്ഷം. വികസന നായിക എന്ന പ്രതിച്ഛായ ജനങ്ങളിലെത്തിക്കാൻ ഇടതു ക്യാമ്പ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആറന്മുളയെ വീണ്ടും കൈപ്പിടിയിലൊതുക്കാൻ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് യുവനേതാവ് അബിൻ വർക്കിയെയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലുണ്ടായ വിവാദങ്ങൾക്കൊടുവിലാണ് UDF സ്ഥാനാർത്ഥിയായി പാർട്ടി അബിൻ വർക്കിയുടെ പേര് പ്രഖ്യാപിച്ചത്.
യുവ വോട്ടർമാരെ സ്വാധീനിക്കാനും മണ്ഡലത്തിൽ പുതിയൊരു ഊർജം കൊണ്ടുവരാനും അബിനിലൂടെ സാധിക്കുമെന്ന് UDF വിശ്വസിക്കുന്നു. ഭരണവിരുദ്ധ വികാരവും നിർമ്മാണം പൂർത്തീകരിക്കാത്ത പദ്ധതികളും മുൻനിർത്തിയാണ് UDFന്റെ പ്രചരണം. ഇവർക്കിടയിലേക്കാണ് BJP തങ്ങളുടെ ഭീഷ്മാചാര്യൻ കുമ്മനം രാജശേഖരനെ ഇറക്കിയിരിക്കുന്നത്. ആറന്മുളയുടെ മണ്ണും മനസ്സും പമ്പാ നദിയോളം പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കാൻ മുന്നിൽ നിന്ന പോരാളി എന്ന പരിവേഷവുമായാണ് കുമ്മനം രാജശേഖരൻ ഇത്തവണ ജനവിധി തേടുന്നത്. ആറന്മുളയുടെ പ്രകൃതിയെയും പൈതൃകത്തെയും സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ജനകീയ ഇടപെടലുകൾ ഇന്നും വോട്ടർമാരുടെ ഉള്ളിലുണ്ട്. മണ്ഡലത്തോടുള്ള ഈ ആത്മബന്ധം BJPക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ശബരിമല വിഷയവും വിശ്വാസ സംരക്ഷണവും BJP ഇവിടെ വലിയ ചർച്ചയാക്കുന്നുണ്ട്. BJP A ക്ലാസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണ്ഡലത്തിൽ വിജയിക്കുക എന്നതിൽ കുറഞ്ഞൊന്നും അവർ ലക്ഷ്യം വെക്കുന്നില്ല. 3 മുന്നണികളും പ്രചരണത്തിൽ സജീവമായി കഴിഞ്ഞു. എല്ലാവർക്കും പറയാൻ രാഷ്ട്രീയ വിഷയങ്ങൾ ഏറെയുണ്ട്. പള്ളിയോടങ്ങളുടെ നാട്ടിൽ നിന്ന് ഇത്തവണ ആരാകും നിയമസഭയിലേക്ക് വഞ്ചിതൊഴിയുക എന്നത് മാത്രമാണ് പ്രവചനാതീതം. അമൃത ന്യൂസ്, പത്തനംതിട്ട. കടുത്ത പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് കുന്നമംഗലം. 4ാം തവണയും PTA റഹീമാണ് LDFനായി പോരാട്ടത്തിനിറങ്ങുന്നത്. അതേസമയം മണ്ഡലത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് സ്വന്തം ചിഹ്നത്തിൽ PTA റഹീമിനെതിരെ രംഗത്തെത്തുകയാണ്. ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാവായ MA റസാഖാണ് ഇത്തവണ PTA റഹീമിനെ നേരിടുന്നത്. 2011 മുതൽ കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് PTA റഹീമാണ്. മണ്ഡലം രൂപീകരിച്ച ഘട്ടം മുതൽ UDFനെയും LDFനെയും മാറി മാറി പിന്തുണച്ച ചരിത്രമാണ് കുന്നമംഗലത്തിനുള്ളത്. എന്നാൽ 1977 മുതൽ 5 തവണ ഇടതുപക്ഷം ജയിച്ചു. 2001ലും 2006ലും സ്വതന്ത്രനായി വന്ന UDFന് വേണ്ടി UC രാമനാണ് വിജയിച്ചത്. 2011ലാണ് മണ്ഡലം PTA റഹീമിലൂടെ വീണ്ടും LDFന്റെ വരവറിയിച്ചത്. 2016ലും വിജയിച്ച PTA റഹീം അഡ്വക്കേറ്റ് T സിദ്ദിഖിനെയാണ് പരാജയപ്പെടുത്തിയത്. 2021ൽ ദിനേശ് പെരുമണ്ണയെയാണ് PTA റഹീം ഇവിടെ നിന്നും തോൽപ്പിച്ചത്. മണ്ഡലത്തിൽ ദീർഘകാലമായി MLA എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് PTA റഹീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു സന്ദർഭത്തിൽ അതിവിടെ പ്രത്യക്ഷമായിട്ട് എല്ലാവർക്കും കാണാം. ഏത് വഴിക്ക് പോയാലും കാണാം. നമ്മുടെ കോളേജായാലും അതുപോലെ റോഡുകളായാലും എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ ഗവൺമെൻറ് നന്നായി എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്പോർട്സിന് ആവശ്യമായ സൗകര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും MLA ഫണ്ട് കൂടി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായി ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേസമയം മുസ്ലിം ലീഗിൽ നിന്നും വിമതനായെത്തി PTA റഹീം മത്സരിച്ച സാഹചര്യമല്ല ഇപ്പോൾ കുന്നമംഗലത്തുള്ളതെന്ന് UDF കണക്കുകൂട്ടുന്നു. കോൺഗ്രസ് മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്വന്തം ചിഹ്നത്തിലാണ് ഇത്തവണ പോരാട്ടത്തിനിറങ്ങുന്നത്. MA റസാഖാണ് UDF സ്ഥാനാർത്ഥി. എതിർ സ്ഥാനാർത്ഥി അദ്ദേഹം പാർട്ടിക്കാരനാണെന്ന് സ്വകാര്യമായി പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിച്ചത്. അദ്ദേഹം പാർട്ടിയിൽ നടപടിയെടുത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് തിരുത്താൻ നമ്മൾക്കും ആ സന്ദർഭത്തിൽ സാധിച്ചില്ല. സ്വകാര്യമായി നടക്കുന്ന ഈ സംഗതി മനസ്സിലാക്കാൻ വൈകിയതുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചു. ഇപ്പം പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെ ചിഹ്നമായ കോണി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് ഇപ്പോഴുള്ള പ്രതീക്ഷ കഴിഞ്ഞ പഞ്ചായത്ത് ലോക്കൽ ബോഡി ആ ഇലക്ഷനിൽ ഒളവണ്ണ പഞ്ചായത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റം, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട MK രാഘവേട്ടന് നൽകിയിട്ടുള്ള ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിലേക്ക് ഈ പഞ്ചായത്തിനെ കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ് UDFന്റെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4ാം തവണയും മണ്ഡലം LDFന് വേണ്ടി നിലനിർത്താനുള്ള പോരാട്ടമാണ് PTA റഹീമിൻ്റെതെങ്കിൽ മുസ്ലിം ലീഗിനിത് അഭിമാന പോരാട്ടമാണ്. BJPക്ക് നല്ല വോട്ടുള്ള മണ്ഡലത്തിൽ മുന്നണികളുടെ ജയപരാജയത്തെ സ്വാധീനിക്കുമെന്നതിൽ തർക്കവുമില്ല. മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഡീൽ വിവാദം കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള CPMന്റെയും കോൺഗ്രസിന്റെയും തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് C സദാനന്ദൻ മാസ്റ്റർ MP. മത ഭീകരവാദികളുടെ പിടിയിലാണ് UDF. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം ഈ തെരഞ്ഞെടുപ്പോടെ മാറുമെന്നും സദാനന്ദൻ മാസ്റ്റർ ഡൽഹിയിൽ അമൃത ന്യൂസിനോട് പറഞ്ഞു.
കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്ററാണ്. മാസ്റ്റർ നമസ്കാരം. കേരളത്തിലെ ഇലക്ഷൻ പ്രചാരണം കൊണ്ടുപിടിക്കുകയാണ്. ഇത്തവണ കേരള രാഷ്ട്രീയത്തിൽ BJP എന്താണ് പ്രതീക്ഷിക്കുന്നത്? കാരണം കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. 2016 BJPക്ക് ഒരു സീറ്റ് കിട്ടിയെങ്കിലും അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ BJP പ്രതീക്ഷിക്കുന്നത്? ഇതിൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, BJPക്ക് കേരളത്തിൽ ലഭിക്കാവുന്ന വോട്ട് വിഹിതം അത് വളരെ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു സംഗതി. 2, അതിൻ്റെ ഫലമായി തന്നെ നിർണായക ശക്തിയാകാൻ തക്കവണ്ണം അസംബ്ലിയിൽ പ്രാതിനിധ്യം നേടുക എന്നുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ അതിനുള്ള സാഹചര്യമുണ്ട്. BJP MLA-മാർ നിയമസഭയിൽ നിർണായക ശക്തിയായിട്ടുണ്ടാകും എന്നുള്ളത് 2ാമത്തെ കാര്യം. 3ാമത്തേത്, ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായി കാണുന്നില്ല. വരും കാലങ്ങളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഏത് തെരഞ്ഞെടുപ്പാകട്ടെ, ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും വലിയ ശക്തിയായി കേരളത്തിൽ, ഏറ്റവും വലിയ കക്ഷിയായി കേരളത്തിൽ പരിവർത്തനം ചെയ്യപ്പെട്ടു വരുന്ന തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദയം എന്ന് പറയുമ്പോൾ നേരത്തെ ഇല്ലാതിരുന്നത് എന്നർത്ഥമില്ല. ഇപ്പോഴുള്ളതിൻ്റെ 10 മടങ്ങ് ശക്തി ആർജിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ കേരളത്തിൻ്റെ നിർണായക ശക്തിയാകാൻ പോകുന്ന പ്രവർത്തനം. ഈ 3 കാര്യങ്ങളിലാണ് പാർട്ടി ക്യാമ്പയിൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഡീൽ വിവാദമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് BJPയും CPM തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആരോപിച്ചത് കോൺഗ്രസും BJPയും തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇതെന്താണെന്നറിയോ ഇതിൻ്റെ ലക്ഷ്യം? അവർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. കേരളത്തിൽ BJP വിരോധം ആളിക്കത്തിച്ചാൽ ആർക്കാണോ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആരാണോ അതിൽ കൂടുതൽ അഭിരമിക്കുന്നത്, അങ്ങനെയുള്ള കൂട്ടരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസിതമായ പരിശ്രമമാണ്. അടിസ്ഥാനരഹിതമാണ്, അസംബന്ധമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഡീലുള്ളത് ഇവർ തമ്മിലാണ്. അപ്പം അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പരസ്പര സഹകരിച്ചു. നേമത്ത് രാജേട്ടൻ ജയിച്ചു, പിന്നീട് കുമ്മനം രാജേട്ടൻ മത്സരിക്കുന്ന സമയത്ത് ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചു. പൂട്ടിക്കാൻ വേണ്ടി MP ആയിരിക്കെ അവിടെ വന്ന് മത്സരിച്ചു K മുരളീധരൻ. ദയനീയമായി 3ാം സ്ഥാനം കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെട്ടു. സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് BJPയുടെ പരാജയം ഉറപ്പുവരുത്തി. അപ്പോൾ ഇതൊക്കെ ഡീലിൻ്റെ ഭാഗമാണ്. ആ ഡീൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും സമർത്ഥമായി പലയിടങ്ങളിലും നടപ്പാക്കാനുള്ള പരിശ്രമം അവർ നടത്തുന്നുണ്ട്. ആ പരിശ്രമത്തെ മൂടി വെക്കാൻ വേണ്ടിയും ചില കൂട്ടരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുമാണ് ഈ അബദ്ധജടിലമായ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോകരുത് എന്നാണ്. കേരളത്തിൻ്റെ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ 2 കൂട്ടരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്. അതിൽ നിന്ന് തന്നെ തുടങ്ങും. ഈ പ്രത്യേക വിഭാഗത്തെ കൂടെ നിർത്താൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം BJPക്ക് ന്യൂനപക്ഷ വിഭാഗത്തെ കൂടെ നിർത്താൻ സാധിക്കുമെന്നാണ് ആത്മവിശ്വാസം, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെയെല്ലാം? BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാദ്യം എന്നുള്ളതാണ് മുദ്രാവാക്യം. പിന്നീടാണ് പാർട്ടി, പിന്നീടാണ് മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ മതപ്രീണനം എന്നുള്ളത് കേരളത്തെ ദശാബ്ദങ്ങളായി ഗ്രസിച്ച ഒരു ദുരന്തമാണ്. നിരന്തരമായി ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിച്ച് തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒരു പരിധിവരെ അന്തരീക്ഷത്തിന് മാറ്റം വരുത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണിച്ച് തങ്ങളുടെ പുറകെ നടത്തുന്ന ചില, ഉദാഹരണത്തിന് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് കാര്യം ബോധ്യമാവുന്നുണ്ട്. അവർ വലിയ തോതിൽ BJPയെ സ്വീകരിക്കാൻ സന്നദ്ധമാകുന്നുണ്ട്. ഇസ്ലാമിക വിഭാഗത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളും ഏതാണ്ട് അവരെ പറ്റിക്കുകയാണ് ഈ 2 കൂട്ടരും എന്നുള്ള ബോധ്യപ്പെട്ട് BJPയോട് അടുക്കാൻ അവരും സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ഇസ്ലാമിക മതവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒരു പ്രത്യേക ചാനലിലൂടെ സഞ്ചരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശക്തമായ വേരുകളുള്ള, ഒരുപക്ഷെ പുറമേക്ക് അവർക്ക് വലിയ ബഹുജന പിന്തുണ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അടിയിൽ വേരുറപ്പിച്ചിട്ടുള്ള അനേകം മതമൗലിക സംഘടനകളുണ്ട്. ആ സംഘടനകളുടെയൊക്കെ പിടിയിലാണ് ഇപ്പോൾ UDF എന്ന് പറയുന്നത്. പ്രത്യക്ഷമായും ജമാഅത്തെ ഇസ്ലാമിയുടെ, അതുപോലെ ഒരു കണക്കിന് ആലോചിച്ചാൽ PFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ, മറ്റ് മതവിഭാഗങ്ങളുടെ ഒക്കെ കടുത്ത നിയന്ത്രണത്തിലാണ് UDF സംവിധാനം. LDF ആകട്ടെ അതിനെ മറികടക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു മത്സരത്തിൽ അവരും ഏർപ്പെടുകയാണ്. അപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഘടിതമായ വോട്ട് കരസ്ഥമാക്കാനുള്ള നിഗൂഢമായ പദ്ധതി ഉരുത്തിരിയുന്നുണ്ട്, അതവർ നടപ്പിലാക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുമ്പാകെ ഭാവാത്മക മതേതരത്വത്തെക്കുറിച്ചും നിർമ്മാണാത്മക കേരളീയ സമൂഹത്തെക്കുറിച്ചും ഒക്കെയാണ് സംവദിക്കുന്നത്. മാഷിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര നേതൃത്വം, BJPയുടെ കേന്ദ്ര നേതൃത്വം എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തി? കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും വളരെ വേഗത്തിൽ BJP മുന്നിലേക്ക് എത്തുമ്പോൾ കേരളത്തിലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു അതൃപ്തി കേന്ദ്ര നേതൃത്വത്തിനുണ്ടോ?
അതില്ല. കേരളത്തിലെ സാഹചര്യത്തെക്കുറിച്ച് പൂർണ്ണമായി ബോധ്യമുള്ളവരാണ് കേന്ദ്ര നേതാക്കന്മാരെല്ലാവരും. ഞാനിപ്പോൾ ഇന്ന് നിതിൻ ഗഡ്കരിജിയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പോലും എത്രമാത്രം താല്പര്യത്തോടെ കേരളത്തിലെ വിഷയങ്ങൾ കാണുന്നു എന്നുള്ളത്, അദ്ദേഹം തെരഞ്ഞെടുപ്പ് അവിടെ വരുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനത്തെക്കുറിച്ച് അങ്ങേയറ്റം മതിപ്പോടെയാണ് സംസാരിച്ചത്. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സമവാക്യത്തിൻ്റെ ഫലമായി BJPക്ക് വിചാരിച്ചത്ര മുന്നോട്ട് പോകാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ഈ പറഞ്ഞ പല സാഹചര്യങ്ങൾ കൊണ്ടാണ്. അതൊക്കെ കേന്ദ്ര നേതൃത്വത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. ആ സാഹചര്യത്തെ മറികടന്നുകൊണ്ട് വലിയ വിജയം നേടാൻ ആവശ്യമായ എല്ലാ പിന്തുണയും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. ഇനിയും അടുത്ത നാളുകളിൽ കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് വരാൻ പോകുന്നു. മോദിജിയുടെ പരിപാടി നടക്കാൻ പോകുന്നു. അമിത്ഷാജി വരാൻ പോകുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിലെ പ്രവർത്തനത്തിന് പരിപൂർണമായ പിന്തുണ ദേശീയ നേതൃത്വത്തിൻ്റെതായിട്ടുണ്ട്. അവസാനമായ ഒരു ചോദ്യം, കേരളത്തിലൊരു തൂക്കുമന്ത്രിസഭ BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? തൂക്കുമന്ത്രിസഭയല്ല, ഞങ്ങൾ തന്നെ ഭരണത്തിൽ വരണം എന്ന നിലയ്ക്കിലാണ് ഞങ്ങൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തും എന്ന് തന്നെയാണ് വിശ്വാസം. ഡീൽ വിവാദം അനാവശ്യമാണെന്നും BJP ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതുമാണ് C സദാനന്ദൻ മാസ്റ്റർ അമൃത ന്യൂസിനോട് വ്യക്തമാക്കിയത്. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്ന് വ്യാപാരം എങ്ങനെയായിരിക്കും ആരംഭിക്കുക? എന്താണ് വിപണിയിൽ ഇന്നുണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെയും വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിലും അപ്രതീക്ഷിതമായി വിപണിയിൽ തുടർച്ചയായ ഒരു നിക്ഷേപ താല്പര്യം കാണുകയും വ്യാപാരം അവസാനിപ്പിക്കുന്നവരെ വിപണി നേട്ടത്തിൽ തുടരുകയും ചെയ്തു. 23,300 എന്ന നിലവാരത്തിന് മുകളിലാണ് മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് വിപണിയിലുടനീളം ഒരു നിക്ഷേപ താല്പര്യം കണ്ടുകൊണ്ടായിരുന്നു ഈ ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇടയ്ക്ക് വിപണിയിലൊരു വിൽപ്പന ഉണ്ടാവുകയും നിഫ്റ്റിയിൽ ഒരു തിരുത്തലുണ്ടാവുകയും ചെയ്തിരുന്നു. അത് ചെറുകിട നിക്ഷേപകർ വിപണിയിൽ ലാഭം എടുത്തതാവാമെന്നാണ് കരുതുന്നത്. ആ രീതിയിൽ വിപണിയുടെ ഓരോ ഉയർച്ചയിലും നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിൽ കൂടിയും വിപണിയിലെ ഈ ഏറ്റക്കുറച്ചുകളെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിൽ കാര്യമായ മാറ്റം ഉണ്ടായില്ല. അത് ഉയർന്ന നിലവാരത്തിൽ തന്നെ നിൽക്കുകയാണ്. സ്വാഭാവികമായും വിപണിയിൽ തുടർച്ചയായ ഒരു നേട്ടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിക്സ് സൂചികയിൽ ഇടിവുണ്ടാകേണ്ടതാണ്. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നത് നേരിയ തോതിലെങ്കിലും വിപണിയിൽ ഒരു ആശങ്കയും മനുഷ്യത്വവും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും വലിയൊരു നഷ്ടത്തിൽ നിന്നും 2 ദിവസം തുടർച്ചയായി വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം കണ്ടത് തന്നെ ഒരു ആശ്വാസമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ രീതിയിലൊരു നിക്ഷേപ താല്പര്യം തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വെള്ളിയാഴ്ചയാണ് US-ഉം ഇറാഖും തമ്മിലുള്ള സമാധാന ചർച്ച നടക്കുമെന്ന് അറിയുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും യുദ്ധം ഒരു അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് 2 കൂട്ടരും എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേതെങ്കിലും തരത്തിലുള്ളൊരു അനുകൂലമായ തീരുമാനം കൊണ്ടാണ് തീർച്ചയായും തിങ്കളാഴ്ച മുതൽ വിപണിയിൽ ഒരു വലിയ തോതിലുള്ള മുന്നേറ്റം തുടരുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ 2 ദിവസം മനുഷ്യത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് നിക്ഷേപകർ ഇടപെടുന്നതും ഇനിയുള്ള ഉയർച്ചയിലും നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നെന്തായാലും ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെയായിരിക്കും തുടരുക. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകമായിരിക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പല ദിവസങ്ങളിലും വിപണിയിൽ വിൽപ്പനയിൽ തന്നെയാണ്. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ അനുകൂലമായ ഒരു ഇടപെടൽ മാത്രമാണ് വിപണിയെ വലിയൊരു താഴ്ചയിലേക്ക് നീങ്ങാതെ പിടിച്ചു നിർത്തുന്നത്. ഇന്ന് ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെയോ നേരിയ നഷ്ടത്തിലോ ആയിരിക്കും വ്യാപാരം തുടങ്ങുക. അതാണ് ഇന്ന് വ്യാപാര മേഖലയിലുണ്ടാകുന്ന മാറ്റം. ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കൊല്ലം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ പ്രതാപ് കുമാർ വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെയാണ് വോട്ട് തേടുന്നത്. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിയ കൊല്ലത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു. ഏറെ നാളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രായോഗിക പരിഹാരങ്ങൾ കൊണ്ടുവരാനാണ് തന്റെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറെ അത്ഭുതങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. അതിലൊരു അത്ഭുതമായിരുന്നു കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ആ സ്ഥാനാർത്ഥി ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. നമസ്കാരം സാറ്, എങ്ങനെയാണൊന്ന് പരിചയപ്പെടുത്തു? ഞാൻ ഡോക്ടർ പ്രതാപ് കുമാർ, ഒരു മെഡിട്രീന ഹോസ്പിറ്റൽ MD ആണ്. ഒരു
കാർഡിയോളജിസ്റ്റാണ്. പ്രചാരണ പരിപാടികളും ഒക്കെ ആയിട്ട് സജീവമായി കഴിഞ്ഞപ്പോൾ എന്തു തോന്നുന്നു? ഡോക്ടറാണോ ആ ജോലിയാണോ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജോലിയാണോ പാട്? ഈ ജനപ്രതിനിധി വെച്ചാൽ ചലഞ്ചിങ് ആണ്. പക്ഷെ പ്രശ്നം, നമ്മൾ കണ്ട ജനപ്രതിനിധികൾ ആരും നമുക്ക് വ്യക്തമായ നമ്മൾക്ക് നാടിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല അവരാരും പ്രവർത്തിക്കുന്നത്. അത് അവരുടെ കുറ്റമല്ല. അവർ ഇത് ബേസിക്കലി ഇതൊരു തൊഴിലായി സ്വീകരിച്ചവരാണ്. ഇപ്പം രാഷ്ട്രീയം ഒരു തൊഴിലല്ല എന്നും രാഷ്ട്രീയം സേവനം ചെയ്യാനുള്ളൊരു വഴിയാണ് എന്ന് പറയാൻ എൻ്റെ ആഗ്രഹം. രാവിലെ 9 മുതൽ 5 വരെ എൻ്റെ തൊഴിൽ ചെയ്യുകയും 5 മണിക്ക് ശേഷം ഞാനൊരു കളം നിറഞ്ഞ സാമൂഹ്യ പ്രവർത്തകനാവുകയും ചെയ്യുന്നു. ഇതായിരിക്കണം ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ എന്ന് കാണിക്കാൻ എനിക്ക് BJP ഇതാണോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനേക്കാൾ ഇതാണ് കൊല്ലത്തിന് കൊടുക്കാൻ പോകുന്ന സമ്മാനം. തൻ്റെ മുന്നിലെത്തുന്ന രോഗികളെ ചികിത്സിക്കുക എന്ന് പറയുന്ന അതിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണല്ലോ ഒരു ജനപ്രതിനിധി തൻ്റെ മുന്നിലെത്തുന്ന പ്രശ്നങ്ങളെ ചികിത്സിച്ച് മാറ്റുന്നു, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൻ്റെ രക്തധമനികളുടെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുകയാണ് എൻ്റെ ജോലി. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടുത്തെ കെടുകാര്യസ്ഥതയും അഴിമതിയും നിറഞ്ഞ കൊല്ലത്തെ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ എനിക്ക് പറ്റും. ഞാൻ ബ്ലോക്ക് നീക്കം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന്, ഹൃദയത്തിൻ്റെ രക്തധമനികളുടെ ബ്ലോക്കുകൾ ഒരു സമയത്ത് നീക്കുമ്പോൾ നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ടായ അപര്യാപ്തതകളുടെ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ചെയ്തിരിക്കും. മാത്രമല്ല, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വിഭാഗം ജനങ്ങൾക്കുള്ളത് മാത്രമല്ല, എന്നെപ്പോലെയുള്ള പ്രൊഫഷണൽസിനും ഇത് ചേരും എന്ന് തെളിയിക്കാൻ ഒരവസരമുണ്ടാകണം. കൊല്ലത്തെ ജനങ്ങൾ വ്യക്തമായ ചിന്തനത്തോടെ നാടിനെ നന്നാക്കാൻ പറ്റുന്നത് ആര് എന്ന് കൃത്യമായി വിധി എഴുതണം എന്ന് മാത്രമാണ്. എൻ്റെ പ്രസൻസ് വേണ്ട സ്ഥലത്ത് ചികിത്സയിലും ഉണ്ടാവും, എൻ്റെ പ്രസൻസ് വേണ്ട നിയോജക മണ്ഡലത്തും ഉണ്ടാവും. പ്രചാരണ രംഗത്ത് നിന്നും ഒരു രോഗിക്ക് അടിയന്തര ഒരു ശസ്ത്രക്രിയ ആവശ്യമെന്ന് പെട്ടെന്ന് എത്തിയ ഒരു വാർത്ത കണ്ടു. അതെന്തായിരുന്നു സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി, കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇലക്ഷന് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അത് ഓൾറെഡി ഷെഡ്യൂൾഡാണ്. അപ്പോൾ അത് കാണാൻ ഏകദേശം 2500ഓളം നമ്മുടെ സാർക്ക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും വന്ന ആൾക്കാർ കാണാൻ ഡൽഹിയിലിരിക്കുകയാണ്. അവിടെ നമ്മൾ ജാതി മത വർണ്ണ ഭേദങ്ങളൊന്നും നോക്കിയില്ല. അതിലൊരു ഇൻ്റർവ്യൂ തന്നെ അവരെടുത്തപ്പോൾ അവർ പറഞ്ഞു, സാറുള്ളതുകൊണ്ട് എൻ്റെ മോൻ്റെ ജീവൻ രക്ഷപ്പെട്ടെന്ന്. അപ്പം നമ്മൾ അതൊരു മുസ്ലിം യുവാവിൻ്റെ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഇവിടെ ഡോക്ടർ ഹൃദയത്തോട് ചേർന്ന് നിന്ന് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. ഹൃദയത്തിലെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് പോലെ നാടിൻ്റെ പ്രശ്നങ്ങളും നാടിൻ്റെ വികസന ബ്ലോക്കുകൾ മാറ്റുന്നതിനായിട്ടാണ് വോട്ട് ചോദിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ തന്നെ ആത്മവിശ്വാസവും പ്രകടമാണ്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. പാലായിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ പ്രചരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. പാലാ നഗരസഭയിലെ കവിയക്കുന്ന് പ്രദേശത്ത് സ്ഥാപിച്ച ബോർഡുകളാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. കുട്ടികളുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിൽ ചരിത്രവിധിയുമായി US കോടതി. മെറ്റയ്ക്കും യൂട്യൂബിനുമെതിരെയാണ് ലോസ് ആഞ്ചൽസ് കോടതിയിൽ നിന്നും ചരിത്രപരമായ വിധി ഉണ്ടായിരിക്കുന്നത്. മാനസികാരോഗ്യം തകർന്ന് യുവതിയുടെ ഹർജിയിൽ 5000 കോടി നഷ്ടപരിഹാരം വിധിച്ചു. കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന് മനസ്സിലായിട്ടും കമ്പനികൾ പ്ലാറ്റ്ഫോമുകളിൽ മാറ്റങ്ങൾ വരുത്തിയില്ല എന്ന് ലോസ് ആഞ്ചൽസ് കോടതി വ്യക്തമാക്കി. നഷ്ടപരിഹാര തുകയിൽ 70% മെറ്റയും ബാക്കി 30% ഗൂഗിളും നൽകണം. എന്നാൽ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് മെറ്റയും ഗൂഗിളും അറിയിച്ചിട്ടുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ മന്ത്രി P. രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മൊബൈൽ ഗെയിം. കഴിഞ്ഞ 5 വർഷത്തിനിടെ കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളും ഭാവിയിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ഗെയിം തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം കളമശ്ശേരി 2.0 എന്ന പേരിലാണ് ഗെയിം അവതരിപ്പിച്ചത്. കളമശ്ശേരി മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറുകയാണ്. പേപ്പർ വർക്കുകൾ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇവ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. വരൂ, നമുക്ക് ഈ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാം. 5 വർഷത്തിനിടെ കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളും ഭാവിയിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ് ഗെയിം. വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗെയിമിന്റെ ലക്ഷ്യം. ഗെയിം കളിക്കുന്നവർക്ക് കളമശ്ശേരിയിൽ നടപ്പാക്കിയതും വരാനിരിക്കുന്നതുമായ പദ്ധതികൾ ഗെയിമിന്റെ ഭാഗമായി നിർമ്മിക്കാനാകും. ഗെയിമിന്റെ 14 ലെവലുകളും പൂർത്തിയാക്കുന്നവർക്ക് സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗെയിം സഹായകമാകുമെന്നാണ് പ്രതീക്ഷ.
സംവിധായകൻ ആഷിഖ് അബുവും കുസാറ്റ് ചെയർപേഴ്സൺ ഋതുവർണികയും ചേർന്ന് ഗെയിം അവതരിപ്പിച്ചു. ഈ പോളിസികൾ തുടരണം. ഈ ആവേശത്തോടു കൂടി തന്നെ കളമശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ പി രാജീവിനെ പോലുള്ള ഒരു നേതൃത്വം കളമശ്ശേരിക്ക് തുടർന്നും ഉണ്ടാവണമെന്നുള്ളതാണ്. ആലപ്പുഴ പാണാവള്ളി സ്വദേശിയും ദാറുൽ ഹിക്കം റെസിഡൻഷ്യൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുജീബ് റഹ്മാൻ ഗെയിം ആദ്യമായി കളിച്ചു. പുതുതലമുറയെ ആകർഷിക്കുന്ന രീതിയിലാണ് ഗെയിമിന്റെ രൂപകൽപ്പന. ആൻഡ്രോയിഡ്, ആപ്പിൾ ഫോണുകളിൽ ഗെയിം ഡൗൺലോഡ് ചെയ്യാനാകും. അമൃത ന്യൂസ്, കൊച്ചി. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇറ്റലിക്ക് ഇന്ന് നിർണായകം. ഇന്ന് നടക്കുന്ന വടക്കൻ അയർലൻഡുമായിട്ടുള്ള മത്സരം പരാജയപ്പെട്ടാൽ ഇത്തവണയും ഇറ്റലിക്ക് ലോകകപ്പ് കാണാതെ മടങ്ങേണ്ടി വരും. 2 തവണയും ഇറ്റലി ലോകകപ്പിൽ നിന്നും പുറത്തായിരുന്നു. രാത്രി 1:15 മത്സരം. അതേസമയം ബ്രസീൽ ഫ്രാൻസ് സൗഹൃദ പോരാട്ടവും ഇന്ന് നടക്കും. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.